അറിയാലോ നീ. അതുകൊണ്ട് സൂര്യ പറഞ്ഞയച്ച ആളുകളാണെന്ന് നീ പറയണ്ട. മര്യാദയ്ക്ക് സത്യം പറഞ്ഞു. മാഡം, എനിക്കൊന്നും അറിയില്ല. അവര് വലിയ കാര്യമായിട്ട് സംസാരിച്ചതൊക്കെ. കാര്യമായിട്ടാണ് സംസാരിച്ചത്. കാര്യമായിട്ട് സംസാരിക്കുന്നത് വേണ്ടപ്പെട്ടവരാണല്ലോ. അപ്പോ നീ അവർക്ക് വേണ്ടപ്പെട്ടവളാണ്. ആന്റി, എന്നാ പിന്നെ സംശയമൊന്നും വേണ്ട. ഇവൾക്ക് പരിചയമുള്ള ആരെയോ വിളിച്ചു വരുത്തി ഇതിനകത്തുള്ള പണവും ആഭരണങ്ങളും ഇവൾ കൊള്ളയടിച്ചു. എന്താ സർ ഈ പറയുന്നത്? ഈ വീടിനോട് ഞാൻ അങ്ങനെ ഒരു ദ്രോഹം ചെയ്യുവോ? ചെയ്യും. മമ്മിയെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടതൊക്കെ ചെയ്യണോന്ന് ഏട്ടൻ നിന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാ നീ ഇതൊക്കെ ചെയ്യുന്നത്. മമ്മി എന്താ ഇങ്ങനെ മിണ്ടാ നിൽക്കുന്നേ? എന്താ അവളോടൊന്നും ചോദിക്കാത്ത? ഞാൻ എന്തെങ്കിലും ചോദിക്കുന്നതാണല്ലോ ഈ വീട്ടിൽ ഏറ്റവും വലിയ പ്രശ്നം. എന്നാൽ ഇത് വിട്ടുകൊടുക്കാനാണോ മമ്മിയുടെ ഉദ്ദേശം? മമ്മി, നിസാര സ്വർണ്ണം അല്ല പോയിരിക്കുന്നത്. വന്ന ആളുകൾ ഇവിടെ ഉള്ളവരാണോ, അതോ നീ നിന്റെ നാട്ടിൽ നിന്ന് വിളിച്ചു വരുത്തിയാ? മാഡം, മമ്മിക്ക് ഓർമ്മയില്ലേ ഇവളുടെ നാട്ടിൽ ചെന്നപ്പോ ഇവളുടെ അനുജത്തിമാര് നമ്മളുടെ ആഭരണങ്ങൾ മോഷ്ടിക്കാൻ ശ്രമിച്ചത്? നമ്മള് കൈയോടെ പിടിച്ചതുകൊണ്ടല്ലേ അന്ന് നമ്മുടെ ആഭരണങ്ങളൊക്കെ തിരിച്ചു കിട്ടിയത്. മാഡം, എന്റെ അനിയത്തിമാരെ കുറിച്ച് ആവശ്യമില്ലാത്തത് പറയരുത്. പറഞ്ഞ നീ എന്ത് ചോടി? ഒരു കുട്ടിക്കുരങ്ങനെ കളിപ്പിക്കുന്ന പോലെ എന്റെ മകനെ നീ കളിപ്പിച്ചോണ്ടിരിക്കുക. ആ ധൈര്യം വെച്ച് ഈ വീടിനകത്തുള്ളവരോടൊക്കെ എങ്ങനെ വേണമെങ്കിലും പെരുമാറാമെന്നുള്ള നിന്റെ ഈ ധാരണയുണ്ടല്ലോ, അതങ്ങോട്ട് തിരുത്തിക്കോ. എനിക്ക് എന്റെ പണവും ആഭരണവും തിരിച്ചു കിട്ടണം. ഇപ്പൊ കിട്ടണം. ഈ നിമിഷം എനിക്ക് തിരിച്ചു കിട്ടണം. മാഡം, അങ്ങനെയാണെങ്കിൽ അവരുടെ പേരിൽ നമുക്ക് പോലീസിൽ... അപ്പോ അവരുടെ പേരിൽ പോലീസിൽ പരാതി കൊടുക്കണം. അതോടെ ഇതങ്ങ് ഒതുങ്ങി പൊയ്ക്കോളൂല്ലോ. പോലീസുകാര് കുറച്ചു കഴിയുമ്പോ കൈമലർത്തും. അതോടെ നീയും രക്ഷപ്പെടും. അതല്ലേ സത്യം പറയടി, വന്നവരാരായിരുന്നു? നീയും അവരും തമ്മിലുള്ള ബന്ധം എന്താന്ന് എപ്പോഴാ നീ ഇതൊക്കെ തീരുമാനിച്ചേ? എനിക്കറിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. എല്ലാവരും കൂടി എന്നെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞുണ്ടാക്കുന്നതാ. പറഞ്ഞുണ്ടാക്കുന്ന കള്ളമല്ലേ? ഇവളെ പറഞ്ഞു കേട്ടില്ലേ? ഇവളെ ദ്രോഹിക്കാൻ വേണ്ടി നമ്മള് പറഞ്ഞുണ്ടാക്കുന്ന കള്ളമാണ്. സൂര്യ വരുമ്പോ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഇവള് മനസ്സിലുണ്ടാക്കി വെച്ചിരിക്കുന്ന കള്ളമായത്. ഇന്ദ്രജ, ഇവളുടെ സാധനങ്ങളൊക്കെ എവിടെ ഇരിക്കുന്നു നോക്ക്. ചെന്ന് പരിശോധിക്ക. മാഡം, എനിക്കൊന്നും അറിയില്ല. ദയവ് ചെയ്ത് എന്നെ ഇങ്ങനെ ദ്രോഹിക്കരുത്. എന്നെ കള്ളിന്ന് വിളിക്കരുത്. അഭിനയിക്കണ്ടടി. എത്ര അഭിനയിച്ച് കാണിച്ചാലും ഈ കള്ളത്തരത്തിൽ നിന്ന് നിനക്ക് ഒഴിഞ്ഞു പോകാൻ പറ്റില്ല. കുറച്ചുകൂടി സമയം കിട്ടിയിരുന്നെങ്കിൽ ഈ വീട് മുഴുവൻ നീ കൊള്ളയടിക്കായിരുന്നല്ലോ. പത്മ മാഡം, ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്നൊന്ന് വിശ്വസിക്കേ. എനിക്ക് അങ്ങനെ പണത്തിനോടോ ആഭരണത്തിനോടോ ഒരാഗ്രഹവും ഇല്ല. എന്നെ കള്ളിയാക്കല്ലേ. മോടി കള്ളി. മാഡം, 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 ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഞാൻ ഒരു മുറിയിലും കേറിയിട്ടില്ല. അലമാരകളും തുറന്നിട്ടില്ല. മിണ്ടാ നിക്ക്. എടുക്ക്, നിന്റെ ബാഗ് എടുക്ക്. ഞാൻ പറയുന്നത് എന്താ നിനക്ക് വിശ്വാസമാവാത്തത്? നിന്നോട് ബാഗ് എടുക്കാനല്ലേ പറഞ്ഞത്? വേദേ, അതൊന്ന് പരിശോധിച്ചേ. ഇതിലൊന്നുമില്ല. ആഭരണങ്ങളും പണവും ഇവള് വേറെ എവിടെ വെച്ചിരിക്കാം. മാഡം, എനിക്ക് പണത്തിനോടോ ആഭരണത്തിനോടോ ഒരാഗ്രഹവും ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, ആ മുറിയിൽ കയറിയത് അവന്മാരാ. അവന്മാര് നിന്റെ നാട്ടുകാരല്ലേ? നിന്റെ നാട്ടിൽ നിന്ന് നിന്റെ പരിചയക്കാരെ ഈ വീട് കൊള്ളയടിക്കാൻ വേണ്ടി നീ വരുത്തിയതല്ലേ?
അത് തന്നെയാ സംഭവം. എങ്ങനെയാടി നീ അവന്മാരായിട്ടുള്ള കരാറ്? അവന്മാർക്ക് മോഷണത്തിലുള്ള കൂലിയാണോ അതോ കിട്ടുന്നതിന്റെ നേർ പാതിയോ? ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ അത് വിശ്വസിക്കില്ല. ഈ വീട്ടിലൊരു മോഷണം നടന്നിട്ട് അത് എന്നെ കള്ളിയാക്കാൻ വേണ്ടിയാ നിങ്ങൾ ഉപയോഗിക്കുന്നത്. ഈ വീട്ടിലൊരു മോഷണം നടക്കുമ്പോ ഇവിടെ ആരാ ഉണ്ടായിരുന്നേ? നീയല്ലേ? ഇതിനേക്കാളും സൗകര്യം വേറെ കിട്ടില്ലല്ലോ. നോക്ക്, പണോ ആഭരണോ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്ത് മമ്മിയുടെ കാൽക്കൽ കൊണ്ടുപോയി വെച്ച് മാപ്പിരുന്നോ. നിന്നെ ജീവിക്കാനെങ്കിലും ഒരുപക്ഷെ മമ്മി സമ്മതിച്ചു എന്ന് വരും. അല്ലെങ്കിൽ നിന്നെ മാത്രമല്ല, കൊള്ള മുതലിന്റെ പങ്ക് പറ്റുന്ന നിന്റെ കുടുംബം വരെ അകത്തു പോകും. എന്റെ കുടുംബത്തിന് എന്തിനാ പറയുന്നേ? എന്നെ ചവിട്ടി അരക്കുന്നുണ്ടല്ലോ എല്ലാരും കൂടി. വാ എടുക്കടി. ഇത്രയും വലിയ സംഭവം ഇവിടെ നടന്നിട്ട് കുടുംബത്തെ കുറിച്ച് പറഞ്ഞപ്പോ അവള് രോഷം കൊള്ളുന്നു. ചേച്ചി, നേരെ ചൊവ്വ ചോദിച്ചു അവള് സത്യം പറയില്ല. ഇവളെ മമ്മിയുടെ മുന്നിൽ തന്നെ കൊണ്ടുപോണം. ഇനി നടക്കാനുള്ളതെല്ലാം ഇവളുടെ വിധിയാ. മടി വാ. മാഡം, മാഡം, എന്നെ വിട്, വിട്. എന്താ ഇത്? ഇവളുടെ ബാഗിൽ ഒന്നുമില്ല മമ്മി. കട്ടെടുത്തത് മുഴുവൻ ഇവൾ ഇവിടുന്ന് കടത്തിയിട്ടുണ്ടാവും, അതുറപ്പാ. ഇവളുടെ വീട്ടുകാരെ വിളിച്ചു വരുത്ത്. മാഡം, അതുകൊണ്ട് എന്താ കാര്യം ആന്റി? എന്റെ കണക്കൂട്ടലനുസരിച്ച് അവരും കൂടെ അറിഞ്ഞുകൊണ്ടാ ഈ മോഷണം നടത്തിയിരിക്കുന്നത്. നിങ്ങൾ എന്തൊക്കെയാ സാറി പറയുന്നത്? എന്റെ വീട്ടുകാർ നിങ്ങൾ എന്താ ചെയ്തത്? എന്നെ ദ്രോഹിക്കാവുന്ന അത്ര നിങ്ങൾ ദ്രോഹിക്കുന്നില്ലേ? ഇനി അവരെയും കൂടി വിളിച്ച് എന്തിനാ? നിർത്തടി. അവളുടെ ശൗര്യം കണ്ടില്ലേ? അത് മമ്മിയുടെ മുന്നില്. ഇവളുടെ വീട്ടുകാരെ വിളിച്ചു വരുത്താൻ ഞാൻ പറഞ്ഞോ ഇല്ലയോ? ശരി ആന്റി. മാഡം, എന്റെ വീട്ടിലേക്ക് വിളിക്കരുത്. അവരെങ്ങോട്ട് വരുത്തരുത്. എന്നെ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ. എന്നെ തല്ലിക്കൊന്നോ, എന്നെ പോലീസിൽ പിടിച്ചു കൊടുത്തോ. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞ എന്റെ അച്ഛനും അനിയത്തിമാരും പിന്നെ ജീവിച്ചിരിക്കില്ല. അവര് ജീവിച്ചിരിക്കണോന്ന് ആർക്കാടി ഇത്ര നിർബന്ധം? അങ്ങനെ കുറെ അവതാരങ്ങളുണ്ട് ഈ ഭൂമിക്ക് മേലെ. ഉണ്ടായിട്ട് എന്താടി പ്രയോജനം? അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ വിളിക്കാം നിന്റെ അച്ഛനെ. മാഡം, മാഡം പ്ലീസ്, മാഡം, മാഡം പ്ലീസ്, മാഡം, മാഡം അച്ഛനെ വിളിക്കരുത്. മാഡം, മാഡം അച്ഛനെ വിളിക്കരുത്. മാഡം, മാഡം. വരട്ടെ. എന്നിട്ട് വേണം നിന്നെ ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ചിരിക്കുന്ന അച്ഛനും മകനും നിന്റെയും നിന്റെ കുടുംബത്തിന്റെയും തനി സ്വഭാവം എന്താന്ന് എനിക്ക് കാണിച്ചു കൊടുക്കാൻ. മമ്മി, അച്ഛന് സൂര്യൻ വന്നു തോന്നുന്നു. അവരിവളെ രക്ഷിക്കാൻ നോക്കിയാലും മമ്മി അത് സമ്മതിക്കരുത്. ഇവളെ ആരാ രക്ഷിക്കാൻ പോകുന്നത്? ഞാനൊന്ന് കാണട്ടെ. എന്താ സർ? ഇവിടെയല്ലേ മോഷണം നടന്നു പറഞ്ഞത്? ആന്റി, പോലീസിനെ വിളിച്ചത് ഞാനാ. ഇത് നമ്മുടെ കയ്യിൽ നിൽക്കില്ല എന്ന് തുടക്കത്തിലേ എനിക്ക് തോന്നി. സർ, പണവും ആഭരണങ്ങളും ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. വരണം സാർ. വാടോ.